വടക്കേ പറമ്പിലെ മാധവേട്ടനും തെക്കേ പറമ്പിലെ ഗോപാലേട്ടനും ജനിച്ചപ്പോഴേ അയൽക്കാരാണ്. പക്ഷെ ജനിച്ച അന്ന് തൊട്ടേ ഇരുവരും തമ്മിൽ ഒരൊറ്റ ശത്രുതയേയുള്ളൂ, അതിരിലെ അതിർവരമ്പ്. രണ്ടുപേരുടെയും പറമ്പുകൾ തമ്മിൽ വേർതിരിക്കുന്നത് 1/2 മീറ്റർ പൊക്കമുള്ള ഒരു പഴഞ്ചൻ കല്ലുവേലിയാണ്. എങ്കിലും മാധവേട്ടൻ എല്ലാ രാവിലെയും എഴുന്നേറ്റ് വന്ന് വേലിയിലേക്ക് ഉറ്റുനോക്കും. ഗോപാലേട്ടൻ രാത്രിയിൽ വന്ന് കല്ല് ഒരിഞ്ചി വടക്കോട്ട് നീക്കി വെച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കലാണ് പുള്ളിയുടെ പ്രഭാത സവാരി. കാര്യങ്ങൾ കൈവിട്ടു പോയത് കഴിഞ്ഞ വർഷത്തെ മഴക്കാലത്താണ്. ഗോപാലേട്ടന്റെ പറമ്പിൽ നിന്നൊരു കുഞ്ഞൻ വാഴ വളർന്നു വന്ന് അതിന്റെ ഒരു കൊച്ചു തണ്ട് മാധവേട്ടന്റെ ഭാഗത്തേക്ക് അല്പം ചാഞ്ഞു നിന്നു. അത്രയേ വേണമായിരുന്നുള്ളൂ. മാധവേട്ടൻ അലറി, ഗോപാല, നിന്റെ വാഴയെയും കൊണ്ട് വേഗം എൻ്റെ പറമ്പിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കോ, ഇത് എൻ്റെ ആകാശമാണ്. ഗോപാലേട്ടൻ വീടിന് പുറത്തേക്ക് ചാടി ഇറങ്ങി. ആകാശമോ? ആകാശം നിന്റെ തറവാട്ടു സ്വത്താനോടാ മാധവ. വാഴയുടെ ചുവടിരിക്കുന്നത് എൻ്റെ മണ്ണിലാണ്, അതുകൊണ്ട് വാഴ എന്റേതാണ്. ചുവട് നിന്റേതാണെങ്കിലും വായുവിൽ നിൽക്കുന്ന ഭാഗം എൻ്റെ അതിർത്തിയിലാണ്. എൻ്റെ വായു ശ്വസിച്ചാണ് ആ വാഴയില വളരുന്നത്. മാധവേട്ടൻ വിട്ടുകൊടുത്തില്ല. തർക്കം മൂത്ത് ഒടുവിൽ കേസ് പഞ്ചായത്ത് മെമ്പറുടെ അടുത്തെത്തി. മെമ്പർ രണ്ടുപേരെയും ഉപദേശിക്കാൻ നോക്കി. അല്ല മാധവേട്ട, ഒരു വാഴയിലയുടെ പേരിൽ ഇങ്ങനെ? ഇത് വാഴയിലയുടെ പ്രശ്നമല്ല മെമ്പറെ, ഇത് എൻ്റെ അധികാരത്തിന്റെ പ്രശ്നമാണ്. എൻ്റെ സ്വത്തിൽ മറ്റൊരാളുടെ വാഴയില പോലും കടന്നു കയറാൻ ഞാൻ സമ്മതിക്കില്ല. മാധവേട്ടൻ മേശപ്പുറത്ത് കൈയടിച്ചു. ഒടുവിൽ കേസ് കോടതി കയറി. വാഴ വളർന്നു കുലച്ചു. കോടതിയിൽ വാദം മുറുകി. മാധവേട്ടന്റെ വക്കീൽ വാദിച്ചു, യുക്തിപരമായി നോക്കിയാൽ പ്രതിയുടെ വാഴ അനാവശ്യമായി വാദിയുടെ വ്യോമപാത കയ്യേറിയിരിക്കുകയാണ്. ഗോപാലേട്ടന്റെ വക്കീൽ തിരിച്ചടിച്ചു. പക്ഷെ വാഴയ്ക്ക് ആവശ്യമായ വെള്ളവും വളവും നൽകുന്നത് എൻ്റെ കക്ഷിയുടെ ഭൂമിയാണ്. മാസങ്ങൾ കടന്നുപോയി. കേസ് നടത്തുവാൻ വേണ്ടി മാധവേട്ടൻ തന്റെ 3 സെന്റ് സ്ഥലം വിറ്റു. ഗോപാലേട്ടൻ തന്റെ കയ്യിലുണ്ടായിരുന്ന സ്വർണമാല പണയം വെച്ചു. രണ്ടുപേരും വക്കീൽ ഫീസും കോടതി ചെലവും കൊടുത്ത് പാപ്പരായി. ഒടുവിൽ 5 വർഷങ്ങൾക്ക് ശേഷം വിധി പറയുന്ന ദിവസം എത്തി. ജഡ്ജി വിധി ന്യായം വായിച്ചു. അതിർത്തി തർക്കം നിലനിൽക്കുന്നതിനാൽ ആ വാഴയും അതിലെ കുലയും കോടതി കണ്ടുകെട്ടുന്നു. വിധി കേട്ട് രണ്ടാളും സന്തോഷത്തോടെ പുറത്തിറങ്ങി. കേട്ടല്ലോടാ, വാഴ നിനക്ക് കിട്ടിയില്ലല്ലോ, അത് മതി എനിക്ക്. മാധവേട്ടൻ ചിരിച്ചു. നിനക്കും കിട്ടിയില്ലല്ലോടാ, എനിക്കും അത് മതി. ഗോപാലേട്ടനും പൊട്ടിച്ചിരിച്ചു. എന്റേത് എന്ന അഹങ്കാരം രണ്ടുപേരുടെയും പണം മുഴുവൻ ഊറ്റിയെടുത്തെങ്കിലും അവന് കിട്ടിയില്ലല്ലോ എന്ന ആശ്വാസത്തിലായിരുന്നു രണ്ടുപേരും വൈകുന്നേരം നാട്ടുവഴിയിലൂടെ നടന്ന് വീട്ടിലേക്ക് വരുമ്പോൾ ആ തർക്കത്തിന് കാരണമായ പഴയ വാഴ അവിടെ നിൽപ്പുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിൽ വാഴക്കുലയില്ല. അവിടെ ഒരു കൂട്ടം കുരങ്ങന്മാർ ഇരുന്നു ആ വാഴപ്പഴങ്ങൾ വളരെ സന്തോഷത്തോടെ തൊലിച്ചു തിന്നുന്നുണ്ടായിരുന്നു. പഴുത്ത പഴത്തിന്റെ മധുരം ആസ്വദിക്കുന്നതിനിടയിൽ വഴിയിലൂടെ നടന്നു പോകുന്ന മാധവേട്ടനെയും ഗോപാലേട്ടനെയും നോക്കി ഒരു വലിയ കുരങ്ങൻ ഉറക്കെ ഒന്ന് കീ കീ എന്ന് ശബ്ദമുണ്ടാക്കി. തോന്നി ആ കുരങ്ങൻ തങ്ങളെ നോക്കി പല്ലിളിച്ച് കളിയാക്കി പറയുകയാണെന്ന്. ഇത് എന്റേതാണ്, അത് നിന്റേതാണ് എന്ന് പറഞ്ഞ് അടിപിടി കൂടുന്ന മനുഷ്യന്മാരെ ഒടുവിൽ നിങ്ങൾ അനുഭവിക്കാൻ ഞങ്ങളെപ്പോലെ വേറെ ആളുകൾ വരും. അന്ന് രാത്രി മാധവേട്ടനും ഗോപാലേട്ടനും വേലിക്കെട്ടിന് ഇരുവശത്തും വന്ന് മിണ്ടാതെ നിന്നു. ആകാശത്തേക്ക് നോക്കി. ആകാശം രണ്ടുപേർക്കും ഒരുപോലെ വെളിച്ചം തന്നുകൊണ്ട്
മുകളിൽ ശാന്തമായി കിടക്കുന്നുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ലോകത്ത് ഇതുവരെ ഉണ്ടായിട്ടുള്ള ചെറുതും വലുതുമായ സകല തല്ലുകൾക്കും വഴക്കുകൾക്കും വക്കീൽ നോട്ടീസുകൾക്കും പിന്നിൽ ഒരൊറ്റ മൂലമന്ത്രമേയുള്ളൂ: ഇത് എന്റേതാണ്. ഈ എൻ്റെ രോഗം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. 5 മാസം പ്രായമായ കുഞ്ഞിന്റെ കയ്യിൽ നിന്ന് ഒരു കുലുക്കട്ടം പിടിച്ചു പറിച്ചു നോക്കൂ. അന്ന് അവൻ തുടങ്ങുന്നു യുദ്ധപ്രഖ്യാപനമാണ്. പിന്നീട് വലുതാകുമ്പോൾ അതിരു തർക്കമായും സാമ്രാജ്യത്വ യുദ്ധങ്ങളായും പരിണമിക്കുന്നത്. ഇത് എൻ്റെ കളിപ്പാട്ടമാണ് എന്ന് പറഞ്ഞു കരയുന്ന കുഞ്ഞും, ഇത് എൻ്റെ 2 സെന്റ് ഭൂമിയാണ് എന്ന് പറഞ്ഞ് അയൽക്കാരൻ്റെ നേരെ വെട്ടുകത്തിയുമായി പോകുന്ന കാരണവരും തമ്മിൽ മനഃശാസ്ത്രപരമായി വലിയ വ്യത്യാസമൊന്നുമില്ല. നമ്മുടെ വീടുകളിൽ തന്നെ നോക്കൂ. ഫ്രിഡ്ജിൽ ഇരിക്കുന്ന ആ അവസാനത്തെ പീസ് ചിക്കനോ കേക്കോ ആരുടേതാണെന്നതിനെ ചൊല്ലി നടക്കുന്ന സർജിക്കൽ സ്ട്രൈക്കുകൾ ഏത് വൻശക്തി രാജ്യങ്ങളെയും നാണം കെടുത്തുന്നതാണ്. അത് ഞാൻ എടുത്തു വെച്ചതാടാ എന്ന ഒറ്റ വാചകത്തിൽ എത്ര സഹോദര ബന്ധങ്ങളാണ് ദിവസങ്ങളോളം മിണ്ടാട്ടമില്ലാത്ത കോൾഡ് വാറിലേക്ക് പോയിട്ടുള്ളത്. പ്രണയത്തിന്റെ കാര്യമെടുത്താലും പ്രണയത്തിലും സൗഹൃദത്തിലും ഈ എൻ്റെ അമിതമായാൽ ദുരന്തമാണ്. നീ എന്തുകൊണ്ട് അവനോട് സംസാരിച്ചു, നീ എൻ്റേത് മാത്രമാണ് എന്ന ലെവൽ പോസിറ്റീവ്നെസ് ഒടുവിൽ എൻ്റെ സ്വന്തം എന്നതിൽ നിന്ന് എൻ്റെ പഴയ ആൾ എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെ എത്തിക്കും. സോഷ്യൽ മീഡിയയിലെ കാര്യം പറയുകയേ വേണ്ട. എൻ്റെ പോസ്റ്റ്, എൻ്റെ ഫോളോവേഴ്സ്, എൻ്റെ കണ്ടന്റ് തട്ടിപ്പറിക്കാൻ ആരെങ്കിലും വന്നാൽ ഉടൻ സൈബർ യുദ്ധം തുടങ്ങുകയായി. സത്യത്തിൽ എന്താണ് ഈ എൻ്റേത്? ജനിച്ചപ്പോൾ സ്വന്തമായി ഒന്നുമില്ലാതെ വന്നവരാണ് നമ്മൾ. പോകുമ്പോൾ ഒരു കഷ്ണം കോടിത്തുണി പോലും സ്വന്തമായി കൊണ്ടുപോകാനും നമുക്ക് കഴിയുന്നില്ല. വാടക വീട് പോലെ കുറച്ചുകാലം ഉപയോഗിക്കാൻ തന്നിരിക്കുന്ന ഈ ഭൂമിയിലെ സകലതിനും മുകളിൽ ഇത് എൻ്റേതാണ് എന്ന് പേരെഴുതി വെക്കാൻ നമ്മൾ കാണിക്കുന്ന ഈ വ്യഗ്രത, ഈ ഉത്സാഹം കണ്ടാൽ സാക്ഷാൽ ഭൂമി ദേവി പോലും വായു പൊത്തിച്ചിരിക്കും. ഇത് എൻ്റേതാണ് എന്ന വാശി അല്പമൊന്ന് മാറ്റി നിർത്തി ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അനുഭവിക്കാനുള്ളതാണ് എന്ന് ചിന്തിക്കാൻ തുടങ്ങിയാൽ ലോകത്തിലെ 99% പ്രശ്നങ്ങളും അവിടെ തീരും. ബാക്കിയുള്ള 1% പ്രശ്നം അത് വേറൊന്നുമല്ല, കല്യാണ സദ്യയിലെ അവസാനത്തെ ആ പായസം ആർക്ക് കിട്ടുമെന്ന തർക്കം മാത്രമായിരിക്കും.